എൻ്റെ പേര് ഷൈമൽ. ഞാൻ ഈ വർഷത്തെ അതായത് CUET 2023 എക്സാം എഴുതുന്നതിൻ്റെ ഭാഗമായി പ്രപ്പോയ്സിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ കൊല്ലത്തെ. സോ ഞാനിവിടെ വന്ന് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്. ഞാൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഈ വർഷം പാസ് ഔട്ടായി. അപ്പോൾ അടുത്തൊരു ബെറ്റർ ഓപ്ഷൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതലും എൻ്റെ കരിയറിന് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്ലേസിൽ തന്നെ എത്തണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നോക്കിയത് സെൻട്രൽ യൂണിവേഴ്സിറ്റി, നല്ല യൂണിവേഴ്സിറ്റിനെ നോക്കി. അതിൽ മെയിനായിട്ട് എൻ്റെ എയിം ഡൽഹി യൂണിവേഴ്സിറ്റി ആയിരുന്നു. അവിടെ BCom ഹോണേഴ്സിന് വേണ്ടി ഹോണേഴ്സ് ഡിഗ്രിയാണ് നോക്കി. സോ അതിലേക്ക് എത്താൻ എന്നെ സഹായിച്ച ഒരേ ഒരു കാര്യം പ്രപ്പോയ്സും പിന്നെ ഞാനും. അല്ലാണ്ട് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് വേറെ ഒരു ഹെൽപ്പോ പിന്നെ പ്രപ്പോയ്സ് എന്നുള്ള സൈഡിൽ നിന്നുള്ളതല്ലാണ്ട് പേഴ്സണലായിട്ട് വേറെ ഒരു ഇതൊന്നുമില്ല. അപ്പോൾ ഞാനത് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന അതുപോലെ ഇരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കമ്പ്യൂട്ടർ കോമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് 4 സബ്ജക്റ്റ് ആയിരുന്നു എഴുതേണ്ടി വന്നത്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുന്നത് കൊണ്ട് എനിക്ക് 4 സബ്ജക്റ്റ് എഴുതേണ്ടി വന്നിട്ടുള്ളൂ. ഒരു ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ്, പിന്നെ എൻ്റെ കോർ സബ്ജക്റ്റായ അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ്, പിന്നെ എക്കണോമിക്സ്. അത് 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 4 സബ്ജക്റ്റും അത്യാവശ്യം കുഴപ്പമില്ല. എൻ്റെ എക്സാം കഴിഞ്ഞ് ഓവറോൾ ആവറേജ് കുഴപ്പമൊന്നുമില്ല, ടഫായിട്ടൊന്നും തോന്നിയില്ല. ടൈം മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടൻസിയിൽ മാത്രമേ ചെറിയൊരു അല്ല, ഇംഗ്ലീഷിൽ മാത്രമേ ചെറിയത് വന്നിട്ടുള്ളൂ. എല്ലാവരും ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സിനെക്കാട്ടും നല്ലത് ഓൺലൈൻ ക്ലാസ്സാണ്. പക്ഷേ അതിൽ എനിക്ക് പറ്റിയൊരു എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. അത് എൻ്റെ ഭാഗത്തുള്ള ഫോൾട്ടാണ്. കാരണം അത്രത്തോളം കാര്യങ്ങൾ എനിക്ക് പ്രൊവൈഡ് ചെയ്തു തന്നിരുന്നു പ്രപ്പോയ്സിന്റെ ഭാഗത്തുനിന്ന്, അവരെ സൈഡിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ മറന്നുപോയി. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു, എൻ്റെ ഫ്രണ്ട്സിനോട് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും, ഇതിൽ വേറെ കോച്ചിങ്ങിന് ചേർന്നവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് കിട്ടിയത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതെന്ന് തോന്നിയിട്ടുണ്ട് പ്രപ്പോയ്സിന്റെ. കാരണം നമുക്ക് പ്രപ്പോയ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് മെൻറ്റർ കിട്ടും. എൻ്റെ മെൻറ്റർ മാസിൻ സാർ പാവം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ലൊരു പേഴ്സണൽ കോണ്ടാക്ട് ഇല്ലെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ഒരു ഇതിലുണ്ടെങ്കിലും നല്ലൊരു ബന്ധമുണ്ട്. കാരണം സാർ നല്ല ഓപ്പൺ, അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന അവരാണ് മെന്റേഴ്സൊക്കെ ആയിട്ട് വരിക. കാരണം നമുക്ക് നമ്മളത്രയും ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകളാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇത് കിട്ടും, അവരെ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എന്റെ പേഴ്സണൽ ഡൗട്ട്സ് വരെ ഞാൻ സാറോട് ചോദിക്കലുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ആയാലും എനിക്ക് അവരെ ഹെൽപ്പ് എന്തിനാണ് ഞാൻ നേരെ വിളിക്കല്, എനിക്ക് വേറെ ഒന്നും ആലോചിക്കണ്ടേ, മാസിൻ സാറ് വിളിക്കുക, അതങ്ങനെ തന്നെയാണ്. അതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും. പിന്നെ ഇനിയിപ്പോ റിസൾട്ട് വരാൻ കാത്തു നിൽക്കുകയാണ്.